മലയാള സിനിമയിലെ 100 കോടി ക്ലബ്ബ് കണക്കൊക്കെ കള്ളക്കഥകളാണെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ. താരങ്ങൾ നിർമ്മാതാക്കളെ കൊണ്ട് ഈ നുണക്കഥകളൊക്കെ പറയിപ്പിക്കുകയാണ്. 100 കോടി ഷെയർ ലഭിച്ച ഒരു ചിത്രമെങ്കിലും കാണിക്കാൻ അദ്ദേഹം വെല്ലുവിളിച്ചു. മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ സിനിമാ സമരം ആരംഭിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്ങാവുന്നതിലും 10 ഇരട്ടി തുകയാണ് താരങ്ങൾ വാങ്ങുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. താരങ്ങളുടെ വൻ പ്രതിഫല തുക കുറയ്ക്കുക, സംസ്ഥാന വിനോദ നികുതി പിൻവലിക്കുക എന്നിവയാണ് സമരത്തിലെ പ്രധാന ആവശ്യങ്ങൾ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ 200 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾ മാത്രമാണ് വിജയിച്ചത്. 700 കോടി രൂപ നഷ്ടം. എന്തിലേറെ 2025 ജനുവരിയിൽ മാത്രം നഷ്ടം 110 കോടിയാണ്. ഒരു ചിത്രത്തിൻ്റെ മുതൽ മുടക്കിൽ പകുതിയും താരങ്ങളുടെ പ്രതിഫല തുകയാണ്. നിർമ്മാതാക്കളുടെ നഷ്ടത്തിന് പ്രധാന കാരണം ഇതാണ്. പണ്ടത്തെ നടീനടന്മാർക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന നിർമ്മാതാക്കളോട്. ഇവരുള്ളത് കൊണ്ടാണ് വീട്ടിൽ അടുപ്പ് പുകയിൽ നിന്ന് ഷീലയും സുകുമാരി ചേച്ചിയുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിക്കും മോഹൻലാലിന് ശേഷം വന്നവർക്ക് അത്തരം പെരുമാറ്റമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മരിച്ചുപോയ നിർമ്മാതാവിൻ്റെ ഭാര്യയുടെ കത്ത് വന്നിരുന്നു. ഒരു പടം എടുത്തതോടെ അവരുടെ വലിയ വീട്, ബെൻസ് കാർ, വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു. ആ വിഷമം കൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. ഇപ്പോൾ മറ്റൊരാളുടെ കാരുണ്യത്തിൽ അവരുടെ കാർ ഷെഡിലാണ് താമസം പോലും. അസോസിയേഷൻ വെള്ളിത്തിര എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുമെന്നും അതിലൂടെ നിർമ്മിക്കുന്ന സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ വിശദമായി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വേണമെങ്കിൽ താരങ്ങളുടെ പ്രതിഫല തുകയും അതിലൂടെ പ്രസിദ്ധീകരിക്കുമെന്നും പ്രേക്ഷകർ എല്ലാം അറിയട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.